ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് ജടായു സംഗമത്തെക്കുറിച്ചാണ്. അദ്രിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു, പത്രിസത്തമനാകം വൃദ്ധനാം ജടായുഷം, എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു രാമൻ, ബദ്ധരോക്ഷേണ സുമിത്രാത്മജനോടു ചൊന്നാൻ, രക്ഷസാം പ്രവരനി കിടക്കുന്നതു മുനി, ഭക്ഷകനിവനി നീ കണ്ടതില്ലയോ സഖേ, വില്ലിങ്ങു തന്നിടു നീ ഭീതിയുമുണ്ടാകൊല്ല, കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു, പക്ഷിശ്രേഷ്ഠനും ഭയ പീഡിതനായി ചൊന്ന, വദ്യനല്ലഹം തവ താതനു ചെറുപ്പത്തിൽ, എത്രയും ഇഷ്ടനായ വയസ്യനറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ, ഹന്തവ്യനല്ല ഭവൽ ഭക്തനാം ജടായുന് എന്നിവ കേട്ടു ബഹു സ്നേഹം ഉൾക്കൊണ്ടു നാദം, നന്നായാ ശ്രേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം, എങ്കിൽ ഞാൻ ഇരിപ്പതിനടുത്തു വസിക്ക നീ, സങ്കടമിനിയൊന്നും കൊണ്ടുമേ നിനക്കില്ല, ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം, കിങ്കര പ്രവരനായി വാഴുക മേലിൽ ഭവാൻ. അടുത്തതായി പാരായണം ചെയ്യുന്നത് പഞ്ചവടി പ്രവേശത്തെക്കുറിച്ചാണ്. എന്നരുൾ ചെയ്തു ചെന്നു പുക്കിതു പഞ്ചവടി തന്നിലാം മാറു സീതാ ലക്ഷ്മണ സമേതനായി, പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി, പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവുമുണ്ടാക്കിന, ഉത്തമ ഗംഗാ നദിക്കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചതും, ജാനകീ ദേവിയുടെ കദളീപന സാമ്രാജ്യഖില ഫല വൃക്ഷാവൃതകാനനെ, ജനസംബോധ വിവർജിതേ നിരുജസ്ഥലേ വിനോദിപ്പിച്ചു ദേവി തന്നെ, ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണ, ഫലമൂലാദികളൻ ലക്ഷ്മണനനുദിനം പലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ, രാത്രിയിലുറങ്ങാതെ ചാപബാണവും ധരിച്ചാസ്ത രക്ഷാർത്ഥമായി നിന്നിടം ഭക്തിയോടെ, സീതയെ മധ്യയാക്കി മൂവരും പ്രാതകാലെ ഗൗതമി തന്നിൽ കുളിച്ചർക്കവും കഴിച്ചുടൻ, പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും, വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴുംകാലം. അടുത്തതായി പാരായണം ചെയ്യുന്നത് ലക്ഷ്മണോപദേശത്തെക്കുറിച്ചാണ്.
ലക്ഷ്മണനൊരു ദിനം ഏകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയനുതനായി ചൊന്നാൻ, മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാമടിയനോട് ജ്ഞാനം നീങ്ങും വണ്ണം, ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം. ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരുടാനന്ദമരുൾ ചെയ്തിതു വഴി പോലെ. കേട്ടാലും എങ്കിൽ അതിഗുഹ്യമാം ഉപദേശം കേട്ടോളം തീർന്നു കൂടം വികൽപ്പ ഭ്രമമെല്ലാം. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിടുവൻ, അമ്പോടോ പിന്നെയും ജ്ഞാന സാധനം ചൊല്ലാമല്ലോ. വിജ്ഞാന സഹിതമാ ജ്ഞാനവും ചൊൽവൻ പിന്നെ, വിജ്ഞേയം ആത്മസ്വരൂപത്തെയും ചൊല്ലാമിടോ. ജ്ഞേയമായുള്ള പരമാത്മാനം അറിയുമ്പോൾ മായ സംബന്ധ ഭയമൊക്കെ നീങ്ങിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയെ. മായയാലാകുന്നതു നിർണയമതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നോ രണ്ടു രൂപം മായക്കെന്നറിക സൗമിത്രേ നീ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറികതി സ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാം അവിദ്യാരൂപമതം സംഘാദി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നത്. ജ്ഞാനരൂപിണിയാകും വിദ്യയായതും മറ്റേതാനന്ദപ്രാപ്തി ഹേതു ഭൂത എന്നറിഞ്ഞാലും മായ കൽപ്പിതം പരമാത്മനി വിശ്വമിടോ. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. രജ്ജു കണ്ടത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിലേതും ഒന്നില്ലയല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്ക സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞ വികൽപ്പമുണ്ടാകേണ്ട. ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം, തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം. ദേഹമായതു പഞ്ചഭൂത സഞ്ചയമയം, ദേഹസംബന്ധമായ വൈഭവം വിചാരിച്ച. ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂല പ്രകൃതി എന്നീതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ. ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം. എന്നിവറ്റിങ്കൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയം. ജീവാത്മാസ്വരൂപത്തെ അറിഞ്ഞു കൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടു കൊള്ളുക സൗമിത്രേ നീ. ജീവാത്മാവെന്നും പരമാത്മാവെന്നിതു മോർക്കെ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല രണ്ടും ഒന്നത്രേ നൂനം. ഭേദമുണ്ടെന്നു പറയുന്നതജ്ഞന്മാരല്ലോ. മാനവും ഡംഭം ഹിംസ വക്രത്വം കാമം ക്രോധം മനസ്സേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം. അന്യക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യ മന്യുഭാവവും മകലെ കളഞ്ഞനുദിനം. ഭക്തി കൈക്കൊണ്ടു ഗുരു സേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തു കൊണ്ട് നിത്യവും സൽക്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദ സ്വരൂപന. മാനസവചന ദേഹങ്ങളെ അടക്കി തൻ മനസ്സേ വിഷയ സോകങ്ങളെ ചിന്തിയാതെ ജനന ജര മരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്തിന സമഭാവനയോടും
സർവാത്മാവാകുമെങ്കലുറച്ചു മനസ്സൊടം സർവതാരമാരമേത്യമിത ജപത്തൊടം പുത്രതാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്തു ശക്തിയും ഒന്നിങ്കലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കണം. പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടും ഏകാന്തേ പരമാത്മാ ജ്ഞാനതൽപരനായി വേദാന്തവാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനെ സമർപ്പിച്ച ജ്ഞാനവും മകതാരിയിലുറച്ചു ചമന്നിടം മാനസേ വികൽപ്പങ്ങളേതുമേയുണ്ടാകൊല്ല. ആത്മാവാകുന്നതെന്തെന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലല്ലോ ദേഹ പ്രാണബുദ്ധ്യഹങ്കാരം മനസാദികളൊന്നും ഇവറ്റിൽ നിന്നു മേലെ മാനമില്ലാത പരമാത്മാവു താനേ വേറെ നിൽപ്പിതോ ചിദാത്മാവോ ശുദ്ധമവ്യക്തം ബുദ്ധം തൽപദാത്മാനിഹ തൊൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ ജ്ഞാനമുണ്ടാകുന്നതോ വിജ്ഞാനം കൊണ്ടു തന്നെ ഞാനിതെന്നറിവിനോ സാധനമകയാലെ സർവത്ര പരിപൂർണനാത്മാവു ചിദാനന്ദൻ സർവസത്വാന്തർഗതൻ അപരിച്ഛേദ്യനല്ലോ. ഏകനദ്വയൻ പരനവ്യയൻ ജഗന്മയൻ യോഗേശൻ അജനകീലാധരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധ്യുപാധികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടു ഭഗമ്യൻ യോഗിനാമികാത്മനാം ജ്ഞാനമാചാര്യശാസ്ത്രൗഘോപദേശൈക്യ ജ്ഞാനം ആത്മനോരവൻ ജീവ പരയോർമൂല വിദ്യ ആത്മനി കാര്യകാരണങ്ങളും കൂടെ ചേർന്നും ലയിച്ചിടുമ്പോഴുള്ളൊരവസ്ഥയല്ലോ മുക്തി ലയത്തോടാശു വേറിട്ടിരിപ്പതാത്മാവൊന്നേ ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടും സഹിതമാം ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപമേതുള്ള വണ്ണമേ പറവാനുമീതറിയുവാനും ഉള്ളം നല്ലുണർവുള്ളവരെല്ലാവരും ജഗത്തിങ്കൽ മൽഭക്തിയില്ലാത്തവർക്കെത്രയും ദുർലഭങ്ങൾ മൽഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും ദാനം. നേത്രമുണ്ടെന്നാകിലും കൺമതിനുണ്ടു പണി രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴി അറിഞ്ഞിടവധി വണ്ണമേ ശ്രീരാമ ഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ. ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവു നൂനം ഭക്തിക്കു കാരണവും എന്തെന്നു കേട്ടാലും നീ മൽഭക്തന്മാരോടുള്ള നിത്യസംഗമമതം മൽഭക്തന്മാരെ കനിവോടു സേവിക്കുന്നതും ഏകാദശ്യാതിവ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നീയെ സാധിച്ചു കൊള്ളുകയുമതാം. പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനം അഗ്നിവിപ്രാണാം കൊടുക്കയുമതാം. മൽക്കഥാപാഠശ്രവണങ്ങൾ ചെയ്യുകയും മുതാ മൽഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർത്തിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ. ഭക്തിയുക്തനു വിജ്ഞാന ജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്ന് എന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാൽ ഉക്തമായതു നിനക്കെന്നാലേ ധരിക്ക നീ. വക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മമ ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ. ഭക്തനെന്നാകിലവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യം അവനോടു വിശ്വാസം വരികയാം. ഭക്തിവിശ്വാസ ശ്രദ്ധായുക്തനാമർത്യനിതോ നിത്യമായി പാഠം ചെയ്യില്ല ജ്ഞാനമകന്നുവും. ഭക്തി സംയുക്തന്മാരായ യോഗീന്ദ്രന്മാർക്കു നൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും
അടുത്തതായി പാരായണം ചെയ്യാൻ പോകുന്നത് ശൂർപ്പണഖ ആഗമനത്തെക്കുറിച്ചാണ്. ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനരിത്തിരി നേരമിരുന്നിടിനോരനന്തരം ഗൗതമി തീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലെ മനോഹരെ സഞ്ചരിച്ചിടുന്നൊരു യാമിനി ചരി ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൽ കാമിനി വിമോഹിനി പങ്കജധ്വജ കുലി ശങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിടം പാദങ്ങളതു നേരം പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലേ കൗതുകമുൾക്കൊണ്ടു രാമാശ്രമമകമ്പുകാൾ ഭാനുമണ്ഡല സഹസ്രജലം രാമനാഥം ഭാനുഗോത്രജം ഭവ ഭയനാശനം പരം മാനവവീരം മനോമോഹനം മായാമയം മാനസഭവസമം മാധവം മധുഹരം ജാനകിയോടും കൂടെ വാണിടുന്നതു കണ്ടു മീനകേതന ബാണ പീഡിതയാളേറ്റം സുന്ദര വേഷത്തോടും മന്ദഹാസവും പൊഴിന്നിന്ദിരാവരനോടും മന്ദമായുര ചെയ്ത ആരടോ ഭവാൻ ചൊല്ലിടാരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്കു വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജഡാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിതു തപസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോടോ നീ എന്നോടോ പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവണ ഭഗിനി നാനാഖ്യയാ ശൂർപ്പണഖ കാമരൂപിണിയല്ലോ ഖരദൂഷണ ത്രിശീരാക്കളാം ഭ്രാതാക്കന്മാർക്കരികെ ജനസ്ഥാനി ഞാനിരിപ്പതോ സദാ നിന്നെ ഞാൻ രന്നതവും അറിഞ്ഞീലതും പുനരെന്നോട് പരമാർത്ഥം ചൊല്ലണം ദയാനിധി സുന്ദരി കേട്ടുകൊള്ളുകാൻ അനയോധ്യാധിപതി നന്ദന ദശരഥി രാമൻ എന്നല്ലോ നാമം എന്നുടെ ഭാര്യ ഇവ ജനകാത്മജാ സീത ധന്യമൽ ഭ്രാതാവായ ലക്ഷ്മണനിവനിടോ എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരേ നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി എന്നോടു കൂടെ പോന്നു രമിച്ചു കൊള്ളണം നീ നിന്നെയും പിരിഞ്ഞു പോവാൻ മമാശക്തി പോരാ എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവവീരനവളോടരുൾ ചെയ്തിടിന ഞാനിഹ തപോധന വേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം ജാനകിയാകുമിവൾ എന്നുടെ പത്നിയല്ലോ മനസ്സെ പാർത്താൽ വെടിനിടരുതൊന്നു കൊണ്ടും സപത്നോത്ഭവ ദുഃഖം എത്രയും കഷ്ടം താപത്തെ സഹിപ്പതിനാളല്ല നീയുമിടും ലക്ഷ്മണൻ മമ ഭ്രത സുന്ദരൻ മനോഹരം ലക്ഷ്മിദേവിക്കു തന്നെയൊക്കും നീയെല്ലാം കൊണ്ടും നിങ്ങൾ ചേരുമേറെ നിർണയം മനോഹരെ സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും അവനിടും മംഗളശീലനനുരൂപനെത്രയും നിനക്കങ്ങു നീ ചെന്നു പറഞ്ഞിടുക വൈകിടാതെ എന്നതു കേട്ട നേരം സൗമിത്രി സമീപെ പോയി ചെന്നവളപേക്ഷിച്ചാൽ ഭർത്താവാകുന്നു തന്നെ ചൊന്നവളോടു ചിരിച്ചവനു മുര ചെയ്താൻ എന്നുടെ പരമാർത്ഥം നിന്നോടു പറഞ്ഞിടാം മന്നവനായ രാമൻ തന്നുടെ ദാസൻ ഞാനോ ധന്യേ നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ ചെന്നു നീ ചൊല്ലിടകിലേശ്വരനായ രാമൻ തന്നോടു തവ കുലശീലാചാരങ്ങളെല്ലാം എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടോ രാവണ സഹോദരി
പിന്നെയും രഘുകുല നായകനോടു ചെന്നാൾ എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലോ നിനക്കൊന്നുകൊണ്ടുമേയൊരു സങ്കടമുണ്ടായി വരാ മന്നവാ ഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടു കൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു പൂജയ്ക്കായി വരൂ മനാരഥം. ഇത്തരം അവളുര ചെയ്തതു കേട്ട നേരം ഉത്തരമരുൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാൽ അവനരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണമതിനിവളുണ്ടെനിക്കിപ്പോൾ. ഒരുത്തി വേണം അവനതിന് ആരെന്നു തിരഞ്ഞിരിക്കും നേരമിപ്പോൾ. നിന്നെയും കണ്ടു കിട്ടി വരുത്തും ദൈവമൊന്നു കൊതിച്ചാലിനി നിന്നെ വരിച്ചു കൊള്ളും അവനില്ല സംശയമേതം. തിരിക്കുന്നിനി കാലം കളനീടാതെ ചെൽക കരത്തെ ഗ്രഹിച്ചിടം. കടുക്കെന്നവനിടോ രാഘവ വാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുല ചേതസുടൻ ലക്ഷ്മണാന്തികെ വേഗാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനും എന്നോടിത്തരം പറഞ്ഞിടല്ല വെറുതെ നീ. നിന്നിലില്ലേതുമൊരു കാംക്ഷയെന്നറിയുക നീ. മന്നവനായ രാമൻ തന്നോട് പറഞ്ഞാലും പിന്നെയും അതു കേട്ടു രാഘവ സമീപമായി ചെന്നു നിന്നപേക്ഷിച്ചാൾ ആശയാ പലതരം. കാമവും ആശാഭംഗം കൊണ്ടു കോപവും മതി പ്രേമവും ആലസ്യവും പൂണ്ടു രാക്ഷസി. അപ്പോൾ മായാരൂപവും വേർപെട്ടഞ്ജന ശൈലം പോലെ കായാകാരവും ഘോരദ്രക്ഷയും കൈക്കൊണ്ടേറ്റം. കമ്പമുൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തുന്നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു. വാളുറയൂരി കാതും മുലയും മുഖവുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറി മുറയിട്ട നാദത്തെ കൊണ്ടു ലോകമൊക്കവേ മാറ്റോലിക്കൊണ്ടു. നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നു ചാടി 4-5 വഴി വരും അരുവിയാറു പോലെ ചൊരയുമൊലിപ്പിച്ചു കാളരാത്രിയെ പോലെ ഘോരയാം നിശാചരി വേഗത്തിൽ നടക്കൊണ്ടാൽ രാവണൻ തൻ്റെ വരവുണ്ടിനി ഇപ്പോളെന്നു ദേവദേവനു മരുൾ ചെയ്തിരുന്നരുളിനാൻ. അടുത്തതായി പാരായണം ചെയ്യാൻ പോകുന്നത് ഖരവധത്തെക്കുറിച്ചാണ്. രാക്ഷസപ്രവരനായിടിനാഘരൻ മുമ്പിൽ പക്ഷമറ്റവനിയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാനാശൂകരൻ മൃത്യുതൻ വക്രത്തിൽ സത്വരം പ്രവേശിച്ചതത്ര ചൊല്ലാരെന്നെന്നോടെത്രയും വിരയെ നീ. വീർത്തേറ്റം വിറച്ചലറി സഗഗതം മാർത്തി പൂണ്ടോർത്തു ഭീത്യ ചൊല്ലിനാളവളപ്പോൾ മർത്യന്മാർ ദശരഥപുത്രന്മാരിരു ഉണ്ടുത്തമ ഗുണവാന്മാരെത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമമൊരു കാമിനിയുണ്ടുകൂടെ സീത എന്നവൾക്കു പേർ. അഗ്രജൻ നിയോഗത്താൽ ഉഗ്രനാമവരജൻ ഗഡ്ഗേന ഛേദിച്ചതു മൽക്കുജാതികളെല്ലാം ശൂരനായിടം നീ ഇന്നവരെ കൊല ചെയ്തു. ചോര നൽകുക ദാഹം തീരുമാറിനിക്കപ്പോൾ പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്യിൽ ഇച്ഛ വന്നിടും മമ നിശ്ചയമറിഞ്ഞാലും എന്നിവ കേട്ടുകരൻ കോപത്തോടുര ചെയ്താൽ ദുർനയമേറെയുള്ള മാനുഷാതമന്മാരെ കൊന്നു ബഗിനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണമെന്നതിനാശു 14 പേർ പോക നിങ്ങൾ നീ കൂടെ ചെന്നു കാട്ടിക്കൊടുത്തിടുന്നാലിവരാകൂതം വരുത്തിടം നിനക്കു മടിയാതെ എന്നവളോട് പറഞ്ഞയച്ചാൻ. കരനേറ്റം ഉന്നതന്മാരാം 14 രാക്ഷസരെയും ശൂലമുഖരം മുസലാസി ചാപേഷു ബിണ്ടിപാലാദി പലവിധമായുധങ്ങളുമായി ക്രുദ്ധന്മാരാർത്തു വിളിച്ചു ഉദ്ധതന്മാരായി ചെന്നു യുദ്ധസന്നദ്ധന്മാരായെടുത്താരതു നേരം ബദ്ധവൈരേണ 14 ഒരുമിച്ചു ശസ്ത്രൗഘം പ്രയോഗിച്ച ചുറ്റും നിന്നൊരിക്കലേ. മിത്രഗോത്രോത്ഭൂതനാമ ഉത്തമോത്തമൻ രാമൻ ശത്രുക്കളയച്ചൊരു ശത്രുഘം വരും നേരം പ്രത്യേകം ഓരോ ശരം കൊണ്ടവ ഖണ്ഡിച്ചുടൻ
ജനത്തെയും വധിച്ചാൻ ഓരോന്നിനാൽ ശൂർപ്പണകയും അത് കണ്ടുപേടിച്ചു മണ്ടി ബാഷ്പവും തൂകി ഖരൻ മുമ്പിൽ വീണലറിനാൾ ഇങ്ങും പോയി കളഞ്ഞത് നിന്നോട് കൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ 14 ചൊല്ലി അങ്ങു ചെന്നേറ്റ നേരം രാമസായങ്ങൾ കൊണ്ടിങ്ങിനി വാരാതവണ്ണം പോയാർ തെക്കോട്ടവർ എന്നു ശൂർപ്പണകയും ചൊല്ലിനാളതു കേട്ടു വന്ന ഗോപത്താകരൻ ചൊല്ലിനാനതു നേരം പോരിക നിശാചരൻ 14,000 പോരിനു ദൂഷണമനുജൻ ചിത്രശിരസും ഘോരനാഘരനേവം ചൊന്നതു കേട്ട നേരം ശൂരനാം തൃശിരസും പടയും പുറപ്പെട്ടു വീരനാം ദൂഷണനും ഖരനും നടകൊണ്ടു ധീരതയോട് യുദ്ധം ചെയ്വതിനുഴറ്റോടെ രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ ബ്രഹ്മാണ്ഡം നടുങ്ങുമാർ എന്തൊരു ഘോഷമിതു നമ്മോട് യുദ്ധത്തിനു വരുന്നു രക്ഷോബലം ഘോരമായിരിപ്പൊരു യുദ്ധവും ഉണ്ടാമിപ്പോൾ ധീരതയോടുമത്ര നീയൊരു കാര്യം വേണം മൈഥിലി തന്നെയൊരു ഗുഹയിലാക്കിക്കൊണ്ടു ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ ഞാനൊരുത്തനെ പോരും ഇവരെയൊക്കെ കൊല്ലുവാൻ മനസ്സിൽ നിനക്ക് സന്ദേഹമുണ്ടായിടല്ല മറ്റൊന്നും ചൊല്ലുന്നില്ലെന്ന് എന്നെയാണയുമിട്ടു കറ്റവാർ കുഴലിയെ രക്ഷിച്ചു കൊള്ളേണം നീ ലക്ഷ്മി ദേവിയെയും കൊണ്ടങ്ങനെ തന്നെയെന്ന് ലക്ഷ്മണൻ തൊഴുതുപോയി ഘോരമകം പൊക്കാൻ ചാപബാണങ്ങളെയും എടുത്ത് പരികരമാ പോകാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരം ആർത്തു വിളിച്ചു നക്തഞ്ചരരൊക്കെ വന്നു ഒരുമിച്ചു ശസ്ത്രൗകം പ്രയോഗിച്ച വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചതു വേഗാൽ പുഷ്കര നേത്രൻ മെയ്മേ തക്ഷണമവയെല്ലാം ഇതു ബന്ധിച്ചു രാമൻ രക്ഷോ വീരന്മാരെയും സായകാവലി തൂകെ നിഗ്രഹിച്ചതു നിശീതാഗ്രബാണങ്ങൾ തന്നാലഗ്രേ വന്നെടുത്തൊരു രാക്ഷസപ്പടയെല്ലാം ഉഗ്രനാം സേനാപതി ദൂഷണനതു നേരം ഉഗ്രസന്നിപനായ രാമനോടെടുത്തതും തൂകീനാൻ ബാണഗണം അവറ്റേരുകുവരൻ വേഗേന ശരങ്ങളാലൻ മണിപ്രായമാക്കി 4 ബാണങ്ങളെയ്തു തുരകം 4നെയും കാലവേശ്മനി ചേർത്തു സാരഥിയോടും കൂടെ ചാപവും മുറിച്ചു തൽക്കേതുവും കളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൻ പിൽപ്പാടോ ശതഭാരായസ നിർമ്മിതമായ കെൽപ്പേറും പരിഘവും ധരിച്ചു വന്നാനവൻ തൽബാഹു തന്നെ ചെയ്തി ചീടിനാൻ ദാശരഥി തൽപരിഘത്താൽ പ്രഹരിച്ചതു സീതാപതി മസ്തകം പിളർന്നവൻ ഉർവിയിൽ വീണു സമവർത്തിപ്പത്തനം പ്രവേശിച്ചതു ദോഷണൻ വീണ നേരം വീരനാന്ത്രശിരസും രോഷേണ 3 ശരം കൊണ്ടു രാമനെ എയ്താൻ 3 കണ്ണിച്ചു രാമൻ 3 ബാണങ്ങളെയ്താൻ 3 മെയ്തുടൻ മുറിച്ചിടിനാൻ തൃശിരസും 100 ബാണങ്ങളെയ്താൻ അന്നേരം ദാശരി 100 കണ്ണിച്ചു പുനരായിരം ബാണമെയ്താൻ അവയും മുറിച്ചവനായുധം ബാണമെയ്താൻ അവനീ പതി വീരനവയും നുറുക്കീനാൻ അർദ്ധചന്ദ്രാകാരമായിരിപ്പോരമ്പു തന്നാൽ ഉത്തമാംഗങ്ങൾ 3 മുറിച്ചു പന്താടിനാൻ അന്നേരം കരനാദിത്യാപ തേടിയിടൻ്റെ തന്നിലമാറുകരയേറി ഞാണൊലിയിട്ടു വന്നു രാഘവനോട് ബാണൻ തൂകിയിടിനാൻ ഒന്നിനെയ്തു മുറിച്ചിടിനാൻ അവയെല്ലാം രാമബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതെയായി നിഷ്ഠുരതരമായ രാഘവശരാസനം പൊട്ടിച്ചാൻ മുഷ്ടി ദേശേ ബാണമെയ്താശുഖരം ചട്ടയും നുറുക്കിനാൻ ദേഹവും ശരങ്ങൾ കൊണ്ടൊഴിയാതെ പിളർന്നിടിനാനത് നേരം താപസദേവാദികളായുള്ള സാധുക്കളൻ താപം മോടയ്യോ കഷ്ടം എന്നുര ചെയ്താർ ജയ്പൂതാക രാമൻ ജയ്പൂതാക എന്നു ഭയത്തോടമരും താപസന്മാരും ചെന്ന താൽക്കാലെ കുമ്പോത്ഭവൻ തന്നെ കയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കയ്യിൽ കാണായി വന്നിതത്രയും ചിത്രം മുഖ്യ വൈഷ്ണവജാപം കൈക്കൊണ്ട് നിൽക്കും നേരം ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ്സുകൾ കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെ അപ്പോൾ ഗണ്ണിച്ചാൻ കരനുടെ ജാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളും അരക്ഷണാൽ സൂതനെ കൊന്നു തുരകങ്ങളും തേരും പൊടിച്ചാതിനായകനെടുത്തിടിന നേരത്തിങ്ക മറ്റൊരു തേരിൽ കരയേറിനാനാശു ഖരൻ തെറ്റെന്നു പൊടിച്ചിതു രാഘവനതും അപ്പോൾ പിന്നെയും ഗതയുമായെടുത്താനാശുകരൻ ഭിന്നമാക്കിനാൻ വിശിഖങ്ങളാൽ അതും രാമനേറിയ കോപത്തോടെ പിന്നെയും മറ്റൊരു തേരിലേറി വന്ന അസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ ഘോരമാഗ്നേയാസ്ത്രമെയ്തു രഘുവരൻ
വരുണാശ്രേണ തടുത്തിടിനാഞ്ചിതശ്രമം. പിന്നെ കൗബേരമസ്ത്രമെയ്തത ഇന്ദ്രാസ്ത്രം കൊണ്ട് മന്നവൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ. നൈതൃതമസ്ത്രം പ്രയോഗിച്ചതു യാമ്യാസ്ത്രേണ. വീരനാൻ രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ വായവ്യമയച്ചതു ഐന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ. ഗന്ധർവമയച്ചതു ഗൗഹികമസ്ത്രം കൊണ്ടു ശാന്തമായതു കണ്ടു കരനും കോപത്തോടെ ആസുരമസ്ത്രം പ്രയോഗിച്ചതു കണ്ടു രാമൻ. ബാസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ തീഷ്ണമൈഷികാസ്ത്രമീതും രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശു മൂന്നമ്പു തന്നാൽ. സാരഥി തന്നെ കൊന്നു തുരകങ്ങളെ കൊന്നു തീരുമെപ്പോഴും പൊടി പിടുത്തു കളഞ്ഞപ്പോൾ യാതുദാനാധിപതി ശൂലവും കൈക്കൊണ്ടതി ക്രോധേന രഘുവരനോടടുത്തിയിടും നേരം. ഇന്ദ്രദൈവതമസ്ത്രമയച്ചൊരുളവും ചെന്നിന്ദ്രാദി തലയറുത്തിയിടിനാൻ. ജഗന്നാഥൻ വീണിതു ലങ്കാ നഗരോത്തരദ്വാരി തല. തൂണി പൂക്കിയതു വന്നു ബാണവും അതു നേരം കണ്ടു രാക്ഷസെല്ലാം ആരുടെ തലയെന്നു. കുണ്ടഭാവേന നിന്നു സംശയം തുടങ്ങിനാൽ കരദൂഷണ തൃശിരാക്കളം നിശാചരവരം 14,000 മരിച്ചിതു നാഴിക 3:45 കൊണ്ടു രാഘവൻ തഞ്ഞാൽ. ഊഴിയിൽ വീണാലല്ലോ രാവണ ഭഗിനിയം മരിച്ച നിശാചരൻ 14,000 ധരിച്ചാരല്ലോ ദിവ്യവിഗ്രഹം. അതു നേരം ജ്ഞാനവും ലഭിച്ചതു രാഘവൻ പോക്കിൽ നിന്ന് മാനസേ പുനരവരേതും. അതു നേരം രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പൂണ്ടു കൂപ്പി സ്തുതിച്ചാർ പലതരം. നമസ്തേ പാദാംബുജം രാമ ലോകാഭിരാമ സമസ്താപഹരം സേവകാഭീഷ്ടപ്രദം സമസ്തേശ്വര ദയാവാരിതേ രഘുപതേ രമീചീടണം ചിത്തം ഭവതി രമാപതി. ത്വൽപദാംബുജം നിത്യം ധ്യാനിച്ചു മുനിജനം ഉത്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു. മുൽപ്പാടു മഹേശനെ തപസു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം. ഭേദവിഭ്രമം തീർത്തു സംസാര വൃക്ഷമൂല ഛേദന കുടാരമായി ഭവിക്ക ഭവാനിധി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതു മൂലം. ഓർത്തരുൾ ചെയ്തു പരമേശ്വരനതു നേരം. യാമിനീചരന്മാരായി ജനിക്കാൻ നിങ്ങളിനി രാമനായി അവതരിച്ചിടുവൻ. ഞാനും ഭൂമരാക്ഷസദേഹന്മാരാ നിങ്ങളെ ഛേദിച്ചെന്നു മോക്ഷവും തന്നിടുവനില്ല സംശയമേതം എന്നരുൾ ചെയ്തു പരമേശ്വരൻ. അതുമൂലം നിർണയം മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നിടണം. ആനന്ദസ്വരൂപന നിന്തിരുവടിനാഥ എന്നവരപേക്ഷിച്ച നേരത്തു രഘുവരൻ മന്ദഹാസവും ഉണ്ട് സാനന്ദമരുൾ ചെയ്തു. വിഗ്രഹേന്ദ്രിയ മന പ്രാണാഹങ്കാരാദികൾക്കൊക്കവേ സാക്ഷീഭൂതനായത് പരമാത്മാ ജഗ സ്വപ്നാഖ്യാദി അവസ്ഥാഭേദങ്ങൾക്കും ഇതേ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം. ബാല്യകൗമാരാദികളാകമാവായികള കാല്യാദിഭേദങ്ങൾക്കും സാക്ഷിയായി മീതേ നിൽക്കും പരമാത്മാവ് പരബ്രഹ്മമാനന്ദമാത്മകം. പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും. ഈ വണ്ണം ഉപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശൻ ജഗൽക്കാരണൻ ദശരഥി. രാഘവൻ 3:45 നാഴിക കൊണ്ടു കൊന്നാൻ. വേഗേന 14,000 രക്ഷോബലം. സൗമിത്രി സീതാദേവി തന്നോടുകൂടെ വന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ. ശസ്ത്രൗക നികൃത്തമാം ഭർത്തൃവിഗ്രഹം കണ്ട് മുക്തബാഷ്പോദം വിദേഹാത്മജമന്ദം മന്ദം തൃക്കൈകൾ കൊണ്ടു തലോടി പൊറിപ്പിച്ചിടിനാളൊക്കവേ പുണ്ണുമതിൻ വടുവമ്മ ചീടിനാൻ. രക്ഷോ വീരന്മാരെ വീണു കിടക്കുന്നതു കണ്ടു ലക്ഷ്മണൻ നിജഹൃതി വിസ്മയം തേടിയിടിനാൻ. രാവണൻ തൻ്റെ വരവുണ്ടിനി ഇപ്പോഴെന്നു ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൻ. പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ. ചെന്നു നീ മുനിവരന്മാരോട് ചൊല്ലിയിടണം യുദ്ധം ചെയ്തതും ഖരദൂഷണ തൃശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും 14,000 താപസന്മാരോടറിയിച്ചു നീ വരികെന്നു പാപനാശനൻ അരുൾ ചെയ്തയച്ചൊരു ശേഷം. സുമിത്രാപുത്രൻ തപോധനന്മാരോട് ചൊന്നാൻ അമിത്രാന്തകൻ ഖരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താലിനിക്കാലം വൈകാതെയൊടുങ്ങിടും. അമർത്യവൈരികളൊന്നുറച്ചു മുനിജനം പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാർ പല ലാശികളുമായ
തട്ടായിവാൻ 3 പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിടുവാനായി കൊടുത്തു വിട്ടിടിനാൻ. ലക്ഷ്മണനവ 3 കൊണ്ടുവന്ന ആശുരാമൻ തൃക്കാക്കൽ വച്ചു തൊഴുതിടിനാൻ ഭക്തിയോടെ. അങ്കുലീയകമെടുത്തംബുജ വിലോചന അങ്കുലത്തിന്മേലിട്ട് ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്കു നൽകിയിടിനാൻ. കവചവും ഭ്രാതാവു തനിക്കണിഞ്ഞിടുവാൻ അരുളിനാൻ. അടുത്തതായി പാരായണം ചെയ്യുന്നത് ശൂർപ്പണഖാവിലാപത്തെക്കുറിച്ചാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനീതമായ നമസ്കാരം.